ഹായ് നമസ്കാരം. ഔട്ട് ഓഫ് ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയിലെ പെരുന്നാളൊക്കെയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പെരുന്നാളിൻ്റെ വലിയൊരു വീഡിയോ ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്തായാലും ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ പെരുന്നാളിന് നമ്മൾ നല്ല അടിപൊളി ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. അത് നമ്മുടേതായിട്ട് രീതി ചെറിയൊരു വ്യത്യസ്തതയൊക്കെ വരുത്തിയാണ് നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2-3 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു അരമുറി തേങ്ങ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, ഒരു കുറച്ച് ചുവന്നുള്ളി നമ്മൾ മൊത്തത്തിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ രീതിയിലാണല്ലോ ചെയ്യുന്നത്. അപ്പം നമ്മൾ സവോള ഇങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് വെച്ച് എങ്ങനെ നമുക്ക് നല്ലൊരു അടിപൊളി ബീഫ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ ബീഫ് ആദ്യം കുക്കറിൽ വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ പിന്നെ അത് ഫ്രൈ ആക്കി എടുക്കുന്നത്. നമുക്ക് 1 കിലോ ബീഫ് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കും. നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിനി കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 5-6 വിസിലോളം കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അടുപ്പ് കത്തിച്ച് നമ്മുടെ ബീഫ് നമുക്ക് വേകാൻ നോക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമ്മൾ ബീഫ് എടുത്ത് നമുക്ക് അടുപ്പ് വെക്കാം. നമുക്ക് അടച്ചു വെച്ച് ഒരു 6 വിസിലോളം അടിപ്പിച്ചൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇപ്പോഴത്തേക്കിടെ നമ്മൾ ആദ്യം ഇച്ചിരി തീ കൂട്ടിയാണ് വെക്കുന്നത്. അത് കഴിഞ്ഞൊരു 2 വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്ക് അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ഫ്രൈ ആക്കാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റി ഒക്കെ എടുക്കാം. നമ്മൾ ഇപ്പോൾ കുക്കറിൻ്റെ തീ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഉരുളിയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് നമ്മൾ ആ ബീഫ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുളി വെക്കാനുള്ള അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഉരുളി എടുത്ത് വെച്ച് ഉരുളി ഒന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് നമ്മുടെ ഉരുളിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇവിടെ കട്ടി മസാലകൾ ഇട്ട് കൊടുക്കാം. ഇവിടെ കറുവപ്പട്ട, ഇച്ചിരി പെരിഞ്ചീരകം, തക്കോലം, കട്ടി മസാലകൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ. നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് തേങ്ങ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ നമുക്ക് ആ തേങ്ങയുടെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് നമ്മുടെ ബീഫ് കഴിക്കുമ്പോൾ കിട്ടത്തുള്ളൂ. തേങ്ങ നമുക്ക് ആദ്യം ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അതൊന്നും നല്ലപോലെ കറുത്ത രീതിയിൽ വറുത്തെടുക്കുമല്ല, ഒരു നല്ലപോലെ ഒരു ഫ്രൈ പരിവം മൂത്തോളും. നമുക്കിനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ മൂക്കട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഉള്ളി സവോളയൊക്കെ ചേർത്ത് കൊടുക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടപ്പം തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ്. എണ്ണയ്ക്കകത്തോട്ട് വീണപ്പം തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. നമുക്കൊരു 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് നമ്മളെ സവോള നമ്മൾ ചതുരത്തിൽ അരിഞ്ഞ് വെച്ചാണല്ലോ, സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ച സവോളയാണ്. ഇത് നമുക്കത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് അങ്ങനെ സ്ക്വയറായിട്ട് കിടന്ന് കഴിയുമ്പോൾ നമ്മൾ ബീഫ് എടുത്ത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത് നമ്മൾ അരിഞ്ഞൊന്നും എടുത്തിട്ടില്ല, മുഴുവനോടെയാണ് ഇടുന്നത്. അതുകൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. നമ്മളൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്തായാലും നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് എന്നിട്ട് നമുക്ക് ബീഫിൻ്റെ അതിട്ട് നല്ല
ഫ്രൈ പരിവാക്കി നമുക്ക് എടുക്കാം. നമ്മുടെ ഇവിടെയൊക്കെ മെയിനായിട്ട് പെരുന്നാളിൽ ബീഫ് വെക്കുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അപ്പത്തിനുള്ള നല്ല കള്ളപ്പത്തിനൂടെ കഴിക്കാനായിട്ട്. അത് നല്ല ഫ്രൈ പരുവത്തിൽ നല്ല കുഴഞ്ഞ പരുവത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ അപ്പത്തിനോട് തിന്നാൻ വേണ്ടി. അപ്പത്തിന് സാധനം നമുക്ക് എല്ലാവർക്കും ചാറൊക്കെ വേണം. പക്ഷേ ഈ ഫ്രൈക്ക് നമ്മൾ ഈ രീതിയിൽ ഫ്രൈ ഉണ്ടായി കഴിയുമ്പോൾ അതിന് ചാറിനൊന്നും ആവശ്യമില്ല. ഒരു ബീഫിൻ്റെ പീസും അപ്പം കൂടെ എടുത്ത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കോട്ടയംകാർക്കൊക്കെ അറിയാം. നമ്മളെ സവോളയൊക്കെ നല്ലപോലെ വഴന്നു വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഉണ്ട് നമ്മുടെ ഈ സവോളയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സ്കോറായിട്ട് കഴിഞ്ഞ സവോളയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ വളർന്നാൽ മതി. ഇനി നമുക്ക് നമ്മുടെ പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഈ സാധനം ഇതൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നടുക്ക് ഈ എണ്ണയ്ക്കകത്തേക്ക് നമ്മുടെ പൊടികളെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ശകലം മഞ്ഞൾ പൊടി എണ്ണയ്ക്കകത്തിട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾ പൊടി നമുക്ക് ബീഫ് ഫ്രൈ മെയിൻ ഐറ്റം, ബീഫിൻ്റെ ഐറ്റം നമ്മുടെ മല്ലിപ്പൊടി ഓരോരുത്തരുടെ ആവശ്യത്തിനിടാം കേട്ടോ. കാശ്മീരി ചില്ലിയാണ് അത് അവരവരുടെ എരിവിനും ഇതിനൊക്കെ അനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവുള്ള മുളക് പൊടി ഇതിലൂടെ നമുക്ക് കുറച്ച് മീറ്റ് മസാല നമുക്കിതൊന്നിൻ്റെ അതിലൊന്ന് റോസ്റ്റ് ചെയ്യാം. നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടി നമ്മൾ ചേർക്കുന്നത് അവസാനമാണ്. ലാസ്റ്റ് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് നമുക്ക് ഫ്രൈ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൽ നിന്ന് എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ തുറക്കാം. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അത് ഈ ഗ്രേവി ഒഴിച്ച് നമുക്ക് ഈ മസാലയൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബീഫ് ഇട്ടുള്ളൂ. നമ്മുടെ നെയ്യൊക്കെ നല്ലപോലെ മെൽറ്റായി നല്ല അടിപൊളി പരുവത്തിൽ വന്നിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്കുകാർക്ക് പറ്റിയ സാധനമാണ് നമ്മുടെ ഈ ബീഫും അതിൻ്റെ നെയ്യൊക്കെ കേട്ടോ. അറ്റാക്കൊക്കെ ഉള്ളവർ കഴിച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് കാര്യത്തിനൊരു തീരുമാനമുണ്ടാകും. അപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ നെയ്മയൊക്കെ ഇല്ലാതെ നമ്മളങ്ങനെ ബീഫ് കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നെയ്യ് വാങ്ങിച്ചു കേട്ടോ. നമ്മളധികം നെയ്യില്ലാത്ത ബീഫാണ് വാങ്ങിക്കുന്നത്. നമ്മൾ അപ്പത്തിനോടെ കഴിക്കുമ്പോഴേ നമുക്ക് ഇച്ചിരി ഒരു നെയ്യൊക്കെ കയ്യാലിരിക്കണം, എന്നാലേ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഗ്രേവി ഒഴിച്ച് നമ്മൾ മസാല ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് കുറേ സമയം എടുക്കും നമ്മുടെ ബീഫ് ഒന്ന് ഫ്രൈ ആയി വരണമെങ്കിൽ. നമ്മൾ ഒഴിച്ച ആ ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ മസാല നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ആക്കി എടുക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ടല്ലോ. ഇനി മസാലയ്ക്കകത്തൊന്ന് കിടന്ന് നല്ലപോലെ ഒന്ന് ഗ്രേവിയൊക്കെ വറ്റി നല്ല ഡ്രൈ പരിവായി വരണ്ടേ. ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് ഗ്രേവിയൊക്കെ വറ്റി നല്ല ഡ്രൈ പരുവായിട്ട് വന്നിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ നല്ല അടിപൊളി. കണ്ടോ മസാല തന്നെ മതി. അതിൻ്റെ ആ മസാലയ്ക്ക് തന്നെ ഭയങ്കര ടേസ്റ്റ് കിട്ടും. അപ്പം ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ ഒരു പരുവത്തിലുള്ള നമുക്ക് അപ്പമൊക്കെ കഴിക്കാൻ, ഗ്രേവി ഇല്ലാത്ത ചാറല്ലാത്ത നമുക്ക് അപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല പരുവം, നല്ല ഡ്രൈ പരുവം ആക്കാം. നമുക്ക് കുറച്ച് നേരം കൂടെ ഇരുന്നാൽ മതി. അപ്പോൾ ഈ ചെറിയൊരു നെയ്മയൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കണം. നമ്മളതുകൊണ്ടാണ് എക്സ്ട്രാ നെയ്യൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ല അടിപൊളി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് അപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമായിരുന്നു. അപ്പം നമ്മൾ നാളെ രാവിലത്തേക്ക് ഉണ്ടാക്കത്തുള്ളൂ. തലേദിവസം നമ്മൾ ബീഫും മീൻകറിയൊക്കെ റെഡിയാക്കി വെക്കും. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഇന്ന് രാത്രി ഉണ്ടാക്കും കേട്ടോ. നമ്മൾ ഓൾറെഡി കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഉണ്ടാക്കും, അല്ലെങ്കിൽ നാളെ രാവിലെ. അതിൻ്റെ പൊങ്ങുന്ന അതനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫ് ഫ്രൈ ഒക്കെ നാളത്തേക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ജസ്റ്റ് ഏതായാലും ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് നോക്കിയേക്കാം. ഗ്രേവി മാത്രം നോക്കിയാൽ മതി, പീസൊന്നും നോക്കേണ്ട കാര്യമില്ല.
ഇതുണ്ടോ? നല്ല കിഡിലായിട്ട് കിഡിലായിട്ട് നല്ല ചൂടാണ്. നമുക്കൊരു പീസ് കൂടെ കഴിച്ച് നോക്കാം, എന്തോന്നൊക്കെ നോക്കണമല്ലോ. നല്ല പുട്ട് പോലെ വന്നിട്ടുണ്ട്, ഇറങ്ങിപ്പോയി. നല്ല നല്ല അടിപൊളിയാണ്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഇച്ചിരി എരിവ് കൂടുതലാണ്. നമ്മൾ പെരുന്നാളൊക്കെ ഇച്ചിരി എരിവ് കൂടുതലായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം നാളെ അപ്പത്തിലോട് ഒരു പിടി പിടിക്കണം. അപ്പോൾ എല്ലാവരും ബീഫൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ഇച്ചിരി എരിവൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. பொழுது கடவுள் தன் முகம் பார்த்த பொழுது